ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ആണ്. എലമെൻറ്റുകൾ കൂടിച്ചേർന്ന് കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുമ്പോൾ അവരുടെ കൂടിച്ചേരലിനെ എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ എത്താൻ പറ്റുന്ന ഒരുപാട് ജനറലൈസേഷൻസ് ഉണ്ട്. അങ്ങനെ എത്തിയ ചില പൊതുവായ കാര്യങ്ങളെയാണ് നമ്മൾ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന് വിളിക്കുക. അതിൽ ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ്. ദ്രവ്യ സംരക്ഷണ നിയമമെന്ന് പറയാം. ലോ സജസ്റ്റ് ചെയ്യുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേര് ആന്റോയിൻ ലവോസി എന്നാണ്. ആന്റോയിൻ ലവോസി. ഒരു കെമിക്കൽ റിയാക്ഷൻ ആയാലും ഫിസിക്കൽ ചേഞ്ച് ആയാലും രാസമാറ്റമായാലും ഭൗതിക മാറ്റമായാലും ദ്രവ്യത്തെ പുതുതായിട്ട് നിർമ്മിക്കുവാനോ ഉള്ളതിനെ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുക. നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ പരിഗണിക്കാം. കാർബൺ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കാർബണെ ബേൺ ചെയ്താൽ മതി, കത്തിച്ചാൽ മതി. അത് ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ഇവിടെ കാർബണും ഓക്സിജനുമാണ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡാണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം. റിയാക്റ്റൻറ്റുകളുടെയും പ്രോഡക്റ്റുകളുടെയൊക്കെ ആകെ മാസം നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് മെഷർ ചെയ്യാം. നമ്മൾ 12 ഗ്രാം കാർബണാണ് ബേൺ ചെയ്യാൻ വേണ്ടി എടുക്കുക എന്ന് കരുതുക. 12 ഗ്രാം കാർബൺ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്യാൻ വേണ്ടി വന്ന ഓക്സിജൻ്റെ എമൗണ്ട് നമ്മൾ അളന്ന് കണ്ടുപിടിച്ചു. അത് കൃത്യം 32 ഗ്രാം ആയിരുന്നു. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഫോം ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എക്സാക്ട്ലി നമ്മൾ മെഷർ ചെയ്തു. അത് 44 ഗ്രാം എന്നാണ് കിട്ടിയത്. റിയാക്ഷനിൽ പങ്കെടുത്ത റിയാക്റ്റൻസിൻ്റെ ആകെ മാസ്, അഭികാരങ്ങളുടെ ആകെ മാസ് 12 + 32 44 ഗ്രാമാണ്. ഫോം ചെയ്ത പ്രോഡക്റ്റിൻ്റെ മാസും കൃത്യം 44 ഗ്രാം തന്നെയാണ്. അത് 44 ഗ്രാമിന് മുകളിൽ വരുന്നില്ല. എന്ന് വെച്ചാൽ മാറ്റർ, ദ്രവ്യം പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ഫോം ചെയ്ത പ്രോഡക്റ്റിൻ്റെ മാസ് 44 ഗ്രാമിനേക്കാൾ കുറവുമായിട്ടില്ല. എന്ന് വെച്ചാൽ മാറ്റർ ഡിസ്ട്രോയ് ചെയ്ത് പോയിട്ടുമില്ല. ഇപ്പോൾ റിയാക്ഷനകത്ത് റിയാക്റ്റൻസിൻ്റെ ആകെ മാസും പ്രോഡക്റ്റുകളുടെ ആകെ മാസും സെയിം ആണ്. മാസ് ഈസ് കൺസേർവ്ഡ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുവന്ന ഓർ സജസ്റ്റ് ചെയ്യപ്പെട്ട ലോ നമുക്ക് ഇങ്ങനെ വേണേൽ സ്റ്റേറ്റ് ചെയ്യാം. മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. ദ്രവ്യത്തെ പുതുതായിട്ട് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ ഒരു രാസപ്രക്രിയയുടെയോ ഭൗതിക പ്രക്രിയയുടെയോ ഫലമായിട്ട് പറ്റില്ല. ഒരു ലോ വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, ഇൻ എ റിയാക്ഷൻ total mass of the reactants will be equal to the total mass of products. Laws of chemical combination രണ്ടാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആണ്. ലോ ഓഫ്
ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ചില വ്യക്തമായ അനുപാതങ്ങൾ എവിടെയൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ലോയുടെ പേരിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ലോ മുന്നോട്ട് വയ്ക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേര് ജോസഫ് പ്രൗസ്റ്റ് എന്നാണ്. ജോസഫ് പ്രൗസ്റ്റ്. ഒരു ഫ്രഞ്ച് കെമിസ്റ്റാണ്. നമുക്കൊരു പ്രത്യേക കോമ്പൗണ്ട് നിർമ്മിക്കാനായിട്ട് വേണമെങ്കിൽ പല മാർഗങ്ങളെ സ്വീകരിക്കാം. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് തന്നെ അതിൻ്റെ ഘടക മൂലകങ്ങളായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻസായ കാർബണെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഒബ്റ്റെയിൻ ചെയ്യാം, ഒരു മാർഗം. വേറൊരു മാർഗം ലൈംസ്റ്റോൺ, കക്ക ചൂടാക്കിയാൽ മതി, അപ്പോഴും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡാണ്. രണ്ട് മാർഗങ്ങൾ, വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഏത് മാർഗം വഴി നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊരു കോമ്പൗണ്ട് ഒബ്റ്റെയിൻ ചെയ്താലും അതിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകൾ എപ്പോഴും കാർബണും ഓക്സിജനും തന്നെ ആയിരിക്കണം, അവർ തന്നെ ആയിരിക്കും എന്ന് മാത്രമല്ല, ഈ പറയുന്ന എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്ത മാസിൻ്റെ റേഷ്യോ എടുത്താൽ അത് കൃത്യം 12:32 ആയിരിക്കും. 12:32 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 3:8 എന്നെഴുതാം. ഈ 3:8 എന്ന റേഷ്യോയിൽ പ്രൊപ്പോർഷനിൽ കാർബണും ഓക്സിജനും കൂടി ചേർന്നാൽ മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുക. റേഷ്യോ മാറിയാൽ കോമ്പൗണ്ട് മാറും. അപ്പോൾ ഈ ഡെഫിനിറ്റ് റേഷ്യോ എലമെൻറ്റുകൾ തമ്മിൽ നിലനിർത്തിയാൽ മാത്രമാണ് ഒരു പ്രത്യേക കോമ്പൗണ്ട് ഫോം ചെയ്യൂ എന്ന് പറയുന്ന ലോയാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ നമുക്കിങ്ങനെ വേണേൽ സ്റ്റേറ്റ് ചെയ്യാം. A given compound always contains exactly the same proportion of elements by weight. എല്ലാ കോമ്പൗണ്ടുകൾക്കും ഇത് ബാധകമാണ്. ഇപ്പോൾ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യാൻ പറ്റിയ വേറൊരു കോമ്പൗണ്ട് കാർബൺ മോണോക്സൈഡാണ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന എലമെൻറ്റ്സ് ഡെഫിനിറ്റ് ആയിരിക്കണം, അത് കാർബണും ഓക്സിജനും തന്നെ ആയിരിക്കണം എന്ന് മാത്രമല്ല, അവർ കൂടിച്ചേരുന്ന വെയ്റ്റിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ മാസിൻ്റെ റേഷ്യോ 12:16 ആയിരിക്കണം. ഈ ഡെഫിനിറ്റ് റേഷ്യോയിൽ കാർബണും ഓക്സിജനും കൂടിച്ചേർന്നാൽ മാത്രമാണ് കാർബൺ മോണോക്സൈഡ് എന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുക. 12:16 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് 3:4 എന്ന് വിളിക്കാം. അപ്പോൾ കാർബണും ഓക്സിജനും 3:4 എന്ന ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്താൽ മാത്രം കിട്ടുന്ന കോമ്പൗണ്ടാണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുക. ഇതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ.